ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോലിറ്റിക് സെല്ലുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ലുകളെ പറ്റി പഠിച്ചു. അല്ല എന്താണ് കെമിക്കൽ റിയാക്ഷൻ വഴി നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യുതി കിട്ടും. എന്നാൽ എന്താണ് ഇലക്ട്രോലിറ്റിക് സെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഈ സെല്ലെന്ന് കേൾക്കുമ്പോൾ നമുക്ക് കറണ്ട് എന്തോ തരുന്ന ഒരു ഉപകരണമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത്. ഇവിടെ എന്താണ്, നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിനെ നടത്തിയെടുക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നിട്ട് വാട്ടർ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് സ്വന്തമായിട്ട് നടക്കുന്നൊരു കാര്യമാണ് നിങ്ങൾ വിചാരിക്കുക. എങ്കിൽ തിരിച്ച് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റുന്ന പ്രോസസ്സ് സ്വന്തമായിട്ട് നടക്കത്തില്ല. അപ്പോൾ ഒരു കാര്യം സ്വന്തമായി നടക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നിർബന്ധിപ്പിച്ച് നടത്തിക്കണം. അപ്പോൾ ഇവിടെ വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്ന എനർജി ഉപയോഗിച്ചിട്ട് നടക്കാൻ ചാൻസ് കുറഞ്ഞ കെമിക്കൽ റിയാക്ഷനുകൾ നടത്തിയെടുക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്, ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? നമ്മൾ അങ്ങോട്ട് വൈദ്യുതി കൊടുക്കും. വൈദ്യുതി കൊടുത്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷനെ നടത്തിയെടുപ്പിക്കും. ഇതാണ് സംഭവം. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ഇത് നടത്തുന്ന ഒരു സെറ്റപ്പ് ഇവിടെ നോക്കിയത് ഈ കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പ് കണ്ടോ? 2 ഇലക്ട്രോഡ് ഉണ്ടാകും. അവിടെ എന്തുണ്ടാകും? ആ ഒരു സൊല്യൂഷൻ ഉണ്ടാകും. അവിടെ നമ്മൾ റിയാക്ഷൻ നടക്കും, ഓരോ പുതിയ സാധനങ്ങളൊക്കെ നിർമ്മിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ പറയേണ്ടത്? നോക്കിയേ, സെൽസ് വിച്ച് യൂട്ടിലൈസസ് ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതി ഉപയോഗിച്ചിട്ട് ബ്രിങ് അബൌട്ട് കെമിക്കൽ ചേഞ്ചസ് കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോലിറ്റിക് സെല്ലുകൾ എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് വെച്ചാൽ? ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻ നടത്തിപ്പിക്കും. ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തിപ്പിക്കുന്ന സെല്ലുകളാണ് എന്ത്? ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത്. ഒട്ട് മുന്നേ പഠിച്ചത് നമുക്ക് കെമിക്കൽ റിയാക്ഷൻ വഴി എന്ത് കിട്ടും? ഇലക്ട്രിസിറ്റി കിട്ടും. അത് ആദ്യമേ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇവിടെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇലക്ട്രിസിറ്റി കൊടുക്കണ്ടേ? അങ്ങോട്ട് കൊടുക്കണ്ടേ? അപ്പോൾ അതിനുപയോഗിക്കുന്ന ആളുടെ പേരാണ് ഇലക്ട്രോഡുകൾ. എന്തുവാണ്? ഇലക്ട്രോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്റ്റിംഗ് ആയ ഒരു സാധനം. ഒരു എക്സാമ്പിൾ വെച്ച് ഒരു എക്സ്പെരിമെൻറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഫസ്റ്റ് വരുന്നതാണ് നോക്കടാ, ഇലക്ട്രോളിസിസ് ഓഫ് അസിഡിഫൈഡ് വാട്ടറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ അസിഡിഫൈഡ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, വെള്ളത്തിലേക്ക് കുറച്ച് ആസിഡും കൂടി അങ്ങ് ആഡ് ചെയ്യും. വെള്ളത്തിലോട്ട് കുറച്ച് ആസിഡ് ആഡ് ചെയ്യും. അതായത് ഇങ്ങനെ മഗ് എടുക്കുക, മഗ്ഗിന് താഴെയായിട്ട് 2 ഹോൾ ഇട്ടിട്ട് 2 റബ്ബർ സ്റ്റോപ്പേഴ്സ് വയ്ക്കുക. എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക? 2 കാർബൺ റോഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഈ ബാറ്ററി ഉണ്ടാവുമല്ലോ, ഈ വലിയ ബാറ്ററിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിന് നടുക്കായിട്ട് കാർബൺ കൊണ്ടുണ്ടാക്കി ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള സാധനം കറണ്ട് കണ്ടക്ട് ചെയ്യും. അതാണ് കാർബൺ റോഡ്. 2 കാർബൺ റോഡ് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ടെർമിനൽ എടുത്ത് ബാറ്ററിയുടെ പോസിറ്റീവിൽ കൊടുക്കണം, മറ്റൊന്നിനടുത്ത് നെഗറ്റീവ് കൊടുക്കണം. എന്നിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളത്തിലോട്ട് 2-3 ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ശുദ്ധമായ വെള്ളം വൈദ്യുതി കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വൈദ്യുതി കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കുറച്ച് അയോണുകൾ വേണ്ടേ? അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ എന്താണ്? കറണ്ട് കണ്ടക്ട് ചെയ്യും. നമ്മൾ എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൽ നിന്ന് നമ്മൾ ആരെ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്? ഹൈഡ്രജനെയും ഓക്സിജനെയും സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും നിങ്ങൾക്കറിയാം എന്താണ്? ഗ്യാസ്, വാതകങ്ങളാണ്. വെള്ളം എന്ന് പറയുന്ന ലിക്വിഡാണ്. അപ്പോൾ ലിക്വിഡിൽ നിന്ന് ഇവരെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ വാതകം ആകാശത്തോട്ടങ്ങ് പോകത്തില്ലേ? അല്ലെ, ബബിൾ ചെയ്ത് മുകളിലോട്ട് പോകത്തില്ലേ? അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് 2 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ തലകീഴായിട്ട് ഈ പറയുന്ന ഇലക്ട്രോഡുകളുടെ മുകളിലായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കും. കറണ്ട് ഓൺ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? കുറേ ബബിളുകൾ ഇവിടുന്ന് ഇങ്ങനെ രൂപപ്പെടുന്ന കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും? കുറേ ബബിളുകൾ ഇവിടുന്ന് ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ബബിളുകൾ വരുന്നതിൻ്റെ അർത്ഥം ഇവിടെ എന്തോ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫില്ലാവുന്നുണ്ടെന്നാണ്. നമ്മൾ പതുക്കെ ബാറ്ററി ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ ടെസ്റ്റ് ട്യൂബിനെ നൂരാൻ വിടാതെ എന്ന് കൈവച്ച് ഒത്തിപ്പിടിച്ച് ഊരിയെടുത്തിട്ട് 2 ടെസ്റ്റ് ട്യൂബിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ കത്തുന്ന ഒരു തിരി നമ്മൾ തീപിടി തിരിയിൽ എന്ത് ചെയ്യണം? കൊണ്ട് കാണിക്കണം. അപ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ, ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് നമ്മളൊരു പോപ്പ് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഈ സൗണ്ട് കേട്ടുകൊണ്ട് തീ വരുന്നതായിട്ട് അല്ലെങ്കിൽ തീ അണയുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നതാണ് കാണാൻ പറ്റും. മറ്റൊന്നിലാണെങ്കിൽ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന തീനാളത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും, നന്നായിട്ട് കത്തും. അപ്പോൾ 2 വാതകങ്ങളാണ് ഇവിടെ ഉണ്ടായതെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ മനസ്സിലായി. അതായത് ഒന്നിൽ നിന്ന് നമ്മൾ പറഞ്ഞു ഒരു പോപ്പ് സൗണ്ട് കേൾക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥം ഈ പോപ്പ് സൗണ്ടോടെ കത്തുന്ന വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസാണ്. ഇനി മറ്റൊന്നിൽ ഈ പറയുന്ന തിരി ഒന്നുകൂടെ നന്നായിട്ട് കത്തും. അല്ലെങ്കിൽ നമ്മൾ ഈ കനലിനെ കൊണ്ട് കാണിച്ചാൽ കനലിൽ തീ പിടിക്കുന്ന കാണാൻ പറ്റും. കാരണം നമുക്കറിയാം കത്താൻ സഹായിക്കുന്ന വാതകമാണെന്ന് പറയുന്നത് ഓക്സിജൻ. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് നമുക്ക് ഹൈഡ്രജൻ കിട്ടി, ഒന്നിൽ നിന്ന് ഓക്സിജൻ കിട്ടി.
എങ്ങനെ കിട്ടി? ഈ വൈദ്യുതി ഈ പറയുന്ന ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലൂടെ ഈ പറയുന്ന വെള്ളത്തിലൂടെ കടന്നു പോയപ്പോൾ എന്ത് പറ്റി? ഇലക്ട്രിസിറ്റി എനർജി അല്ലേ, ആ എനർജി എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഒരുമിച്ചിരുന്ന H2Oനെ എന്ത് ചെയ്തു? ആ H2 ആയിട്ടും O2 ആയിട്ടും എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. എന്താണ് സ്പ്ലിറ്റ് ചെയ്തു? H2 ആയിട്ട് O2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒന്നിൽ നിന്നും H2 കിട്ടി, ഒന്നിൽ നിന്നും എന്ത് കിട്ടി? O2 കിട്ടി. ഇതാണ് സംഭവം. ഇതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി എന്താണ്? കറണ്ട് കടത്തി വിട്ടപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു. ഇവിടെ എക്സ്പെരിമെന്റ് സെറ്റപ്പ് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ടേൺ ഓൺ ദ സ്വിച്ച് ആൻഡ് ലീവ് ദ എക്സ്പെരിമെന്റ് സെറ്റപ്പ് അൺഡിസ്റ്റർബ്ഡ്. നമ്മൾ എന്ത് പറ്റും? ബബിൾസ് ആർ ഫോമിങ് അറ്റ് ഇലക്ട്രോഡുകൾ എന്ത് ഫോം ചെയ്യും? ബബിൾ ഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും. ഓക്കെ. ആഫ്റ്റർ സം ടൈംസ് റിമൂവ് ദ ടെസ്റ്റ് ട്യൂബ് കെയർഫുള്ളി. മാറ്റി എന്ത് ചെയ്യണം? ബ്രിങ് എ ബേണിംഗ് ക്യാൻഡിൽ. അപ്പം ഇവിടെ തീപ്പെട്ടിയെല്ലാം മെഴുകുതിരിയാണ് എന്ത് ചെയ്തേക്കുന്നത് കൊണ്ടുവന്നിട്ട് മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബിൽ കൊണ്ടുവച്ച് നിങ്ങൾ എന്ത് ഒബ്സർവ് ചെയ്യും? ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും നമ്മൾ എന്ത് കേൾക്കും? നമ്മളൊരു പോപ്പ് സൗണ്ടോടുകൂടി കത്തുന്ന കേൾക്കും. ഓക്കെ, ഒരു പോപ്പ് സൗണ്ടോടുകൂടി കത്തുന്ന കേൾക്കും. രണ്ടാമത്തിൽ നിന്ന് എന്ത് ചെയ്യും? നല്ല ഇൻറ്റൻസ് ആയിട്ട് എന്ത് ചെയ്യും? ബേൺ ചെയ്യും. ഇത് ഇൻറ്റൻസിറ്റി ഓഫ് ബേണിംഗ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നന്നായിട്ട് കത്തും. ഓക്കെ. സോ ഏതൊക്കെ ഗ്യാസ് ടെസ്റ്റ് ട്യൂബിൽ പ്രൊഡ്യൂസ് ചെയ്തത്? ഒന്ന് ഹൈഡ്രജനും മറ്റൊന്നിൽ ഓക്സിജനുമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. കെമിക്കൽ റിയാക്ഷൻ എന്തായിരിക്കും? H2O എന്ന ഗ്യാസ് സ്പ്ലിറ്റ് ചെയ്ത് H2ഉം O2ഉമായിട്ട് മാറി. അപ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ 2 ഉണ്ട്. ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 എണ്ണം വേണം. അപ്പോൾ 2. അപ്പോൾ ഇവിടെ ഒരു 2 ഇട്ടു. അപ്പോൾ 2H2 ഗീവ്സ് എന്താണ്? 2H2 + O2. അതായത് ഹൈഡ്രജൻ്റെ എണ്ണം ഇടതുവശത്ത് 4, വലതുവശത്ത് 4, ഓക്സിജൻ്റെ എണ്ണം ഇടതുവശത്ത് 2, വലതുവശത്തും 2. ഇക്വേഷൻ ബാലൻസ്. അപ്പോൾ 2H2O ഗീവ്സ് 2H2 + O2. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന ആസിഡിഫൈഡ് വാട്ടർ അപ്പോൾ എന്താ സംഭവിച്ചത്? ഡീകമ്പോസ് ചെയ്ത് എന്തായിട്ട് മാറി? ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറി. കാരണം ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്തത് കാരണം എന്ത് പറ്റുന്നു? ഈ സൊല്യൂഷനിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഇത്തരത്തിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്ന ഈ സെറ്റപ്പിനാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നോക്കടാ, നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തണമെങ്കിൽ ഒരു സൊല്യൂഷൻ വേണം. കറണ്ട് കടന്നു പോകുന്ന ഒരു സൊല്യൂഷൻ വേണം. ആ സൊല്യൂഷനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോലൈറ്റ്. ഇവിടെ വെള്ളവും ആസിഡും ചേർന്നപ്പോൾ ഇലക്ട്രോലൈറ്റ്. ഇതുപോലെ പലതരം സബ്സ്റ്റൻസുകളുണ്ട്. അത് എന്ത് ചെയ്യും? അതിൻ്റെ മോൾട്ടൺ സ്റ്റേറ്റിൽ, അതായത് ഉരുകിയ അവസ്ഥയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിപ്പിച്ച അവസ്ഥയിൽ കറണ്ട് കണ്ടക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ എന്താണ്? ഉരുകിയ അവസ്ഥയിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ അലിയിക്കുന്ന അവസ്ഥയിലോ കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. അതിൽ കറണ്ട് കടത്തി വിടുന്നതിൻ്റെ ഫലമായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഈ പ്രോസസ്സ് എന്ന് വിളിക്കുന്ന പേരെന്താണ്? ഇലക്ട്രോളിസിസ്. വൈദ്യുതി കടത്തിവിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോളിസിസ്. അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ എന്ത് നടക്കും? ഇലക്ട്രോളിസിസ് നടക്കും. അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ എന്ത് നടക്കും? ഇലക്ട്രോളിസിസ് നടക്കും. എന്താണ് ഇലക്ട്രോളിസിസ് എന്ന് വെച്ചാൽ? ഒരു ഇലക്ട്രോലൈറ്റിൽ എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ? ഏതൊരു വസ്തുവും അത് സോളിഡായിരിക്കുമ്പോൾ കണ്ടക്ട് ഒന്നും ചെയ്യത്തില്ല കറണ്ട്. പക്ഷേ അതിനെ ഉരുക്കിയാൽ കറണ്ട് കണ്ടക്ട് ചെയ്യും. എന്ന് വെച്ചാൽ അതിൽ അയോൺസ് ഉണ്ടാവും. അല്ലെങ്കിൽ അതിനെ വെള്ളത്തിൽ അലിയിച്ചാൽ അയോൺസ് ഉണ്ടാവും. അങ്ങനെയുള്ള വസ്തുക്കളാണ് ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റിൽ നമ്മൾ കറണ്ട് കടത്തി വിടുമ്പോൾ അതിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ആ റിയാക്ഷൻ്റെ പേര് ഇലക്ട്രോളിസിസ്. ആ പറയുന്ന ലിക്വിഡിൻ്റെ പേരാണ് എന്ത്? ഇലക്ട്രോലൈറ്റ്. ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ കണ്ടോ. നമ്മുടെ ഈ പറയുന്ന ആസിഡ്സ് ആയിട്ടുള്ള HCl, H2SO4, HNO3, അതുപോലെ എന്താണ് എത്തനോയിക് ആസിഡ് CH3COOH എത്തനോയിക് ആസിഡ് പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ചില്ലേ അല്ലേ? അതുപോലെ ആൽക്കലി ആയിട്ടുള്ള പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് പോലുള്ള ഉപ്പ്, ഇതൊക്കെ എന്താണ്? ഇലക്ട്രോലൈറ്റുകളാണ്. ഇവരെ മോൾട്ടൺ സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ വെള്ളത്തിൽ അലിയിച്ചാൽ എന്ത് പറ്റും? കണ്ടക്ട് ചെയ്ത് അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് അയോണുകൾ ഉണ്ടാവും. എന്തുണ്ടാവും? പോസിറ്റീവ് നെഗറ്റീവ് അയോണുകൾ ഉണ്ടാവും. ഇനിയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൺഫ്യൂഷൻ വരുന്ന കാര്യം. നമ്മൾ തൊട്ട് മുന്നത്തെ സെല്ലിൽ പഠിച്ചല്ലോ, എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓക്സിഡേഷൻ, ആനോഡ്, നെഗറ്റീവ് ടെർമിനൽ. ഇനി ഈ കോഡ് വെച്ച് നമുക്ക് ആനോഡും കാഥോഡും കണ്ടുപിടിക്കാൻ പറ്റൂല, മാറ്റം വരും. അതായത് ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ്, അതിൽ മാറ്റമൊന്നും ഉണ്ടാവത്തില്ല. റിഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? കാഥോഡിലാണ്. പക്ഷേ ആനോഡ് എന്ന് പറയുന്ന ഇനി മുതൽ നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് ഇലക്ട്രോഡിനെയാണ് ആനോഡ് എന്ന് വിളിക്കേണ്ടത്. നെഗറ്റീവ് ഇലക്ട്രോഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? കാഥോഡ് എന്ന് വിളിക്കുന്നത്. കണ്ടോ, പോസിറ്റീവ് ആനോഡ്, നെഗറ്റീവ് കാഥോഡ്. അപ്പോൾ മാറിപ്പോകരുത്. ഞാനിതിനെ അപ്പി എന്നാണ് ഓർത്ത് വെച്ചിരിക്കുന്നത്. അപ്പി, ആനോഡ് പോസിറ്റീവ്. ഓക്സിഡേഷൻ നേരത്തെ പഠിച്ച പോലെ തന്നെ മാറ്റമൊന്നുമില്ല, ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ ആനോഡ് എന്ന് വിളിക്കുന്നത് തന്നെ. ഓക്കെ. അപ്പോൾ അപ്പി എന്ന് ആലോചിച്ചാൽ മതി. അപ്പി. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് ഈ ക്ലാസ് കാണുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് അപ്പിക്ക് പല പല അർത്ഥങ്ങളുണ്ടാകും. നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണെങ്കിൽ ചിലപ്പോൾ അതൊരു കുട്ടി എന്ന മീനിങ് ആയിരിക്കും, മറ്റ് ജില്ലകളാണെങ്കിൽ വേറെ പല മീനിങ്ങുകളും ആയിരിക്കും. എന്തായാലും അപ്പി എന്ന് ആലോചിച്ചാൽ മതി. ആനോഡ് പോസിറ്റീവ്.
മറ്റൊരിടത്താണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓക്സിഡേഷൻ ആനോട് നെഗറ്റീവ് ടെർമിനൽ ആ കോഡ് ഓർത്താൽ മതി. ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മാറിപ്പോകും, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും 5-6 തവണ കാണാതെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ രണ്ടും കൂടിയൊക്കെ ഒരുമിച്ച് പഠിച്ചു കഴിയുമ്പോൾ എങ്ങനെയെന്നൊക്കെ ഉള്ളത് മാറിപ്പോകും. അപ്പോൾ നിങ്ങൾ പഠിച്ച ബേസ് സ്ട്രോങ് ആക്കി വയ്ക്കുക. ആനോഡ് പോസിറ്റീവാണ്, അവിടെ നടക്കുന്നത് ഓക്സിഡേഷനാണ്. എന്താണ് ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുന്നതിനാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. എന്താണ് റിഡക്ഷൻ എന്ന് പറയാം, ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, റിഡക്ഷൻ എന്നും പറയും. അപ്പോൾ അതിവിടെ മാറിപ്പോകരുത്, ശ്രദ്ധിച്ച് പഠിച്ചോളൂ. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ ഇലക്ട്രോലൈറ്റിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഇലക്ട്രോലൈറ്റിൻ്റെ എന്ത് എക്സാമ്പിൾ എന്താ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇലക്ട്രോലൈറ്റ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ നടക്കും. അപ്പോൾ അതൊന്നുകിൽ അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നമ്മൾ വെള്ളത്തിൽ അലിയിച്ചപ്പോഴായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും അതിനെ ഉരുക്കി മോൾട്ടൺ ആക്കിയപ്പോഴായിരിക്കും. കാരണം കണ്ടെയ്ൻ ഫ്രീ അയോൺസ് ഇൻ ദെയർ അക്വസ് സൊല്യൂഷൻ ആൻഡ് മോൾട്ടൺ സ്റ്റേറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്. ഈ സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Naയും Cl ആണ്. നമുക്ക് ഇത് സാധാരണ സോളിഡായിരിക്കുമ്പോൾ അത് Naയും Cl ആണ്. ഇതിൽ ഫ്രീ അയോൺസ് ഉണ്ടെങ്കിലും അത് സോളിഡാണ്, മൂവ് ചെയ്യാൻ പറ്റത്തില്ല, കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളതിനെ ഉരുക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് എന്തായിട്ട് മാറും, Na+, Cl- അയോണുകളുമായിട്ട് മാറും. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കറണ്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ NaCl സോളിഡ് സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യൂല. മോൾട്ടൺ എന്ന് വെച്ചാൽ എന്താ, ഉരുക്കിയ അവസ്ഥ, ഉരുക്കി ഉപ്പിനെ നമ്മൾ വെള്ളം ചൂട് കൊടുത്ത് ഉരുക്കി ലിക്വിഡ് ആക്കി മാറ്റുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ സെറ്റല്ലേ. അപ്പോൾ നോക്കടാ, ഇലക്ട്രോഡ്സ് അപ്പോൾ എന്താണ് ഇലക്ട്രോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടിങ് മെമ്പേഴ്സ് ആണ്. ഇലക്ട്രോളിസിസ് നടക്കും. അപ്പോൾ ഏത് ടെർമിനലാണോ നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നത് അത് ആനോഡും, ഏതിലാണോ നമ്മൾ നെഗറ്റീവ് കണക്ട് ചെയ്യുന്നത് അതെന്തുമാണ്, കാഥോഡും ആയിരിക്കും. പക്ഷേ റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലും ഓക്സിഡേഷൻ നടക്കുന്ന ആനോഡിലും. അത് തൊട്ട് മുമ്പേ പഠിച്ച പോലെ തന്നെ മാറ്റമൊന്നുമില്ല, അത് സെറ്റാണല്ലോ. അപ്പോൾ ഇന്ന് ഇലക്ട്രോലൈറ്റിക് സെല്ല് എന്ത് സംഭവിക്കും, ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ, കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ. അപ്പോൾ ഗാൽവാനിക് സെല്ല് വെച്ച് നോക്കുമ്പോൾ അതെന്താണ്, വ്യത്യാസമാണ്. അപ്പോൾ നോട്ട് ഒന്ന് നോക്കാം. ഇലക്ട്രോലൈറ്റിക് സെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക്കൽ എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കെമിക്കൽ ചേഞ്ചസ് നടത്തുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എക്സ്പെരിമെൻ്റ് വെച്ച് പഠിച്ചു ആസിഡിഫൈഡ് വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ്. നമ്മൾ എന്ത് ചെയ്തു, ബബിൾസ് വരുന്നതായിട്ട് കണ്ടു. ഒരു ടെസ്റ്റ് ട്യൂബ് കാഥോഡാണ്, അതിലെന്ത് പറ്റി, ഹൈഡ്രജൻ ഗ്യാസ് കിട്ടി. ഒന്ന് ആനോഡാണ്, അതിൽ നമുക്ക് എന്ത് കിട്ടി, ഓക്സിജൻ ഗ്യാസും കിട്ടി. മനസ്സിലാക്കുന്ന ടെസ്റ്റ് എന്താണ്, ബേണിംഗ് ക്യാൻഡിൽ കൊണ്ടുവന്നപ്പോൾ പോപ്പ് സൗണ്ട് കത്തി, മറ്റൊന്ന് എന്ത് ചെയ്തു, ബ്രൈറ്റ് ആയിട്ട് കത്തി. ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത് ഏതാണ്, കാഥോഡിൽ ഹൈഡ്രജൻ, ആനോഡിൽ ഏതാണ്, ഓക്സിജൻ. ഞാൻ അവിടെ കാഥോഡ് ആനോഡും പറയാത്ത നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരാതിരിക്കുകയാണ്. കെമിക്കൽ റിയാക്ഷൻ ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഏതാണ്, പോസിറ്റീവ് കൊടുത്തതാണ് ആനോഡ്, അവിടെ ഓക്സിജൻ ഉണ്ടായി. നെഗറ്റീവ് കൊടുത്തതാണ് കാഥോഡ്, അവിടെ എന്തുണ്ടായി, ഹൈഡ്രജൻ ഉണ്ടായി. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പോൾ അത് സെറ്റ്. ഇനി ഇലക്ട്രോലൈറ്റും ഇലക്ട്രോലൈസിസും എന്താണെന്ന് നോക്കുക. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇലക്ട്രിസിറ്റി മോൾട്ടൺ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അക്വ സൊല്യൂഷനിലോ കണ്ടക്ട് ചെയ്യുന്ന ലിക്വിഡിനെയാണ് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത് കാരണം കെമിക്കൽ ചേഞ്ച് നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ഓക്കെ, കാരണം ഇവിടെ അയോൺസ് എന്താണ്, ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണിത് നടക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി ഏതാണ് സബ്സ്റ്റൻസുകൾ, ആസിഡിനും സോൾട്ടിനും അതുപോലെ തന്നെ ബേസുകൾക്ക് ആൽക്കലികൾക്കും എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, കാരണം ഇവർക്ക് എല്ലാവർക്കും ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇനി ടേംസ് ഒന്ന് നോക്കിയേ. ഇലക്ട്രോഡ് എന്ന് വെച്ചാൽ എന്താണ്, കണ്ടക്ട് ചെയ്യുന്ന ആ കറണ്ട് കൊടുക്കുന്ന സാധനം ഇലക്ട്രോഡ്. ഓക്കെ, ആനോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, എവിടെയാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അത് നമ്മൾ കൊടുക്കുന്ന എവിടെയാണ്, പോസിറ്റീവ് ടെർമിനലാണ്, ആ പി എന്ന് ആലോചിക്കണം. കാഥോഡ് ആണെങ്കിൽ എന്താണ്, നെഗറ്റീവ് ആണ്, അവിടെ എന്ത് നടക്കും, റിഡക്ഷൻ നടക്കും. ഇത്രയും ഓക്കെ ആയി കഴിഞ്ഞെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ ബേസായി. നമുക്ക് ഇനി 2 എക്സാമ്പിൾസ് ആണ് പഠിക്കുക. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, അതായത് ഉരുക്കിയ ഉപ്പും അതുപോലെ തന്നെ എന്താണ്, വെള്ളത്തിൽ ലയിപ്പിച്ച അക്വ സൊല്യൂഷനിലുള്ള സോഡിയം ക്ലോറൈഡ് നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും. കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇലക്ട്രോപ്ലേറ്റിക് വരും. നോക്കിയാലോ, ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോളിസിസ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം എന്താണ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഉപ്പ്. ഇത് സോളിഡ് അവസ്ഥയിൽ ഇരിക്കുമ്പോഴത്തേക്കും ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അയോൺസിന് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ക്രിസ്റ്റലായിരിക്കുമ്പോൾ അല്ലേ, സോളിഡായിരിക്കുമ്പോൾ മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മളതിനെ ചൂടാക്കി, നമ്മളതിനെ എന്ത് ചെയ്തു, ചൂടാക്കുമ്പോൾ അതെന്തായിട്ട് മാറും, ലിക്വിഡായിട്ട് മാറും. അതിനെയാണ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, കറണ്ട് കണ്ടക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു ബീക്കർ ഞാൻ എടുത്തിട്ട് അതിനകത്ത് ഈ പറയുന്ന മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാകും, ഇതിനകത്ത് സോഡിയം അയോണും ഉണ്ടാകും, ക്ലോറിൻ അയോണും ഉണ്ടാകും. സോഡിയം അയോണും ഉണ്ടാകും, ക്ലോറിൻ അയോണും ഉണ്ടാകും. അതിലോട്ട് ഞാൻ 2 ഇലക്ട്രോഡുകൾ അങ്ങോട്ട് മുക്കി. എന്ത് മുക്കി, 2 ഇലക്ട്രോഡ് മുക്കി.
എന്നിട്ട് ഒരുത്തൻ്റെ അടുത്ത് എന്ത് കൊടുത്തു? ഞാൻ നെഗറ്റീവ് കൊടുത്തു. ഇവനെ പിടിച്ച് എന്ത് കൊടുത്തു? പോസിറ്റീവ് കൊടുത്തു. അപ്പം നിങ്ങൾക്കറിയാം പോസിറ്റീവ് കൊടുക്കുന്ന ആളാണ് എന്ത്? ആനോഡ്. നെഗറ്റീവ് കൊടുക്കുന്ന ആളാണ് എന്ത്? കാഥോഡ്. ആനോഡ് നടക്കുന്ന എന്താണ്? ഓക്സിഡേഷൻ. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ നഷ്ടപ്പെടണം. ഓൾറെഡി Na+, അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ സോഡിയം ആയിരിക്കും വന്ന് ഓക്സിഡേഷൻ നടത്തുന്നത്. അല്ല, കാരണം ആലോചിച്ച് നോക്ക്, എടാ Na+ ഓൾറെഡി പോസിറ്റീവ് ഇരിക്കുകയാണ്, അവൻ ഇനിയും കൊടുക്കാവൊന്നുമില്ല. പക്ഷേ Cl- ആണെങ്കിലോ നിങ്ങളെന്താ ചിന്തിക്കണേ? എടാ ഇത് നാച്ചുറലി നടക്കുന്ന കാര്യമല്ല, നമ്മൾ കറണ്ട് കൊടുത്തപ്പോഴാണ്. അപ്പോൾ കറണ്ട് വന്നിട്ട് നോക്കി എന്താണ്? എടാ ഞാൻ ആനോഡാണ്, എനിക്ക് എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ ചെയ്യിപ്പിക്കണം. ആരോ ഓക്സിഡേഷൻ ചെയ്യിപ്പിക്കും. നോക്കുമ്പോൾ ദേ നിൽക്കുന്നു സോഡിയവും ക്ലോറിനും. Na+ ആണ്, Cl- ആണ്. അപ്പോൾ നോക്കുമ്പോൾ സോഡിയം പാവം ഓൾറെഡി ഇലക്ട്രോൺസിനെയൊക്കെ കൊടുത്ത് കഷ്ടപ്പെട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ക്ലോറിനെ കാണുമ്പോൾ എന്ത് ചെയ്യും? നിൻ്റെ കുറേ ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ടല്ലോ, നീങ്ങ് വാടാന്ന് പറയും. എന്നിട്ട് എന്ത് പറയും? ക്ലോറിൻ്റെ അടുത്ത് പറയും നീ ഇലക്ട്രോൺ ഇങ്ങത്താ. എന്നിട്ട് എന്ത് പറ്റും? ഈ പറയുന്ന Cl- നിന്നും ഒരു ഇലക്ട്രോൺ എടുത്ത് കളഞ്ഞിട്ട് Cl ഉണ്ടാക്കും. അങ്ങനെ ഒരു ഇലക്ട്രോൺ കിട്ടും. അപ്പോൾ Cl പറയും അയ്യോ 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 ആനോട് ചേട്ടാ, ഞാൻ എന്താണ്, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കത്തില്ല, ഞാൻ എപ്പോഴും Cl എനിക്ക് ഒന്നുകിൽ നെഗറ്റീവ് ആയിരിക്കണം, എനിക്ക് അല്ലെങ്കിൽ മറ്റൊരു Cl- കൊടുത്ത് തരണം, എനിക്ക് ഡയറ്റോമിക് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം, എനിക്ക് 2 പേര് വേണം. അപ്പോൾ പാവാനോട് പറയും എന്നാൽ ശരി ആയിക്കോട്ടെ. അപ്പോൾ എന്ത് പറ്റി? 2 Cl- തൂക്കിയിട്ട് Cl2 ഗ്യാസും 2 ഇലക്ട്രോണും കിട്ടും. എന്ത് കിട്ടും? 2 ഇലക്ട്രോണും കിട്ടും. അപ്പോൾ ആനോഡിൽ നിന്ന് ആര് വരും? Cl2 ഗ്യാസ് ആണ്. Cl2 ഗ്യാസ് ആണ്, അതൊരു പച്ച നിറമാണ്. അപ്പോൾ ഈ പറയുന്ന ഭാഗത്ത് നിന്നും Cl2 എന്ന് പറയുന്ന പച്ച നിറത്തിലുള്ള ഗ്യാസ് ഇങ്ങനെ ലിബറേറ്റ് ചെയ്ത് വരും. അടുത്ത് നോക്കുമ്പോൾ കാഥോഡാണ്. കാഥോഡ് നെഗറ്റീവാണ്. അവൻ എന്ത് ചെയ്യണം? ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട് ആരെയും നേരെയാക്കണം. അപ്പം നോക്കുമ്പോൾ നേരെ Na+, ഓടിവാ Na+. എന്നിട്ട് എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് എന്താക്കി മാറ്റും? സോഡിയമാക്കി മാറ്റും. ഓക്കെ, സോഡിയത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അവൻ എന്ത് ചെയ്യും? സോഡിയം ഒറ്റയ്ക്ക് തന്നെ നിൽക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. കണ്ടോ? ഒരു ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് നമ്മൾ എടുത്തിട്ട് അതിനെ DC കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഉള്ള വെസലിൽ മുക്കി വെച്ചിട്ട് കറണ്ട് പാസ് ചെയ്തപ്പോൾ എന്ത് കണ്ടു? ഈ പറയുന്ന പോസിറ്റീവ് ടെർമിനലുള്ളത്ത് നിന്നും ഒരു പെയിൽ ഗ്രീൻ കളറിൽ ഒരു ഗ്യാസ് വരുന്നു. അതാണ് ക്ലോറിൻ ഗ്യാസ്. എന്നാൽ ഈ പറയുന്ന ഭാഗത്ത്, ഈ പറയുന്ന കാഥോഡിൻ്റെ ഭാഗത്ത് ഒരു സിൽവർ ആയിട്ടുള്ള മോൾട്ടൺ സോഡിയം മെറ്റൽ ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ മോൾട്ടൺ ആയിട്ടുള്ള സോഡിയം മെറ്റലും ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നോർമലി നടക്കത്തില്ല, കറണ്ട് കൊടുത്ത് നടത്തിക്കുന്നതാണ്. അപ്പോൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിലുള്ള അയോൺസ് ആരൊക്കെയാണ്? അത് Na+ഉം Cl-. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാണ്? ഓക്സിഡേഷനാണ്. ഇക്വേഷൻ എന്തായിരിക്കും ആനോഡിൽ? Cl2 അല്ലല്ലോ, Cl-, 2 Cl- ഓക്സിഡൈസ് ആയിട്ട് Cl2 ഗ്യാസും 2 ഇലക്ട്രോണുമായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ കാഥോഡിൽ നടക്കുന്ന എന്താണ്? റിഡക്ഷൻ ആണ്. എന്താണ് ഇക്വേഷൻ? ഈ പറയുന്ന Na+ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് എന്തായിട്ട് മാറും? സോഡിയമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു ഇലക്ട്രോണും കൂടെ വന്നിട്ടുണ്ട്, എക്സ്ട്രാ ആയിട്ടുള്ള 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അവൻ വേണമെങ്കിൽ വന്നിട്ട് എന്ത് ചെയ്യാം? 2 Na+ വന്നിട്ട് 2 ഇലക്ട്രോണുമായിട്ട് ചേർന്നിട്ട് 2 സോഡിയവും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫോം ചെയ്യാം. തൽക്കാലം നമുക്ക് ഒന്നിൻ്റെ കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ഈ പറയുന്ന നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ മോൾട്ടൻ്റെ കേസ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അക്വസ് സോഡിയം ക്ലോറൈഡ് എടുക്കാൻ പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് ഈ അക്വസ് സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ? അക്വസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആരും കൂടി വരുന്നുണ്ട്, വാട്ടറും കൂടെ വരുന്നുണ്ട്. ആദ്യ ക്ലാസ്സുകൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ ഒരാൾ അലിയിക്കുമ്പോൾ എന്ത് പറ്റുമോ എന്നുള്ള കാര്യം. അതായത് നമ്മൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, സൊല്യൂഷൻ എടുക്കുകയാണ്, അതിൽ നമ്മളിങ്ങനെ വെള്ളം നിറയ്ക്കുകയാണ്. നമ്മൾ എന്തെടുക്കുകയാണ്? ഈ പറയുന്ന ഉപ്പ് വെള്ളം. അപ്പോൾ അതെന്തൊക്കെ ഉണ്ടാവും? ഉപ്പ് വെള്ളത്തിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡിൻ്റെ Na+ഉം ക്ലോറിൻ്റെ Cl- വരും. ഹൈഡ്രോജൻ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ഉം OH- ഉണ്ട്. ഇത്രയും അയോണുകളാണ് ഈ സൊല്യൂഷനിലുള്ളത്. നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ ഇവിടെ കൊണ്ടുവച്ചു, മറ്റൊരു ഇലക്ട്രോണിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇവനെ ഞാൻ പോസിറ്റീവ് കൊടുത്തു, എന്തെന്ന് വിളിച്ചു? ആനോഡ് എന്ന് വിളിച്ചു. ഇവന് ഞാൻ നെഗറ്റീവ് കൊടുത്തു, ഇവനെ ഞാൻ എന്ത് വിളിച്ചു? കാഥോഡ് എന്ന് വിളിച്ചു. ആനോഡ് വരികയാണ്. ആനോഡ് വന്നിട്ട് പറഞ്ഞു, ഡേ 4 ഉണ്ട്, ഈ കൂട്ടത്തിൽ ആർക്കാ നന്നായിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ നോർമലി നെഗറ്റീവ് ഉള്ളവരാണ് പോവേണ്ടത്. അപ്പോൾ ക്ലോറിനുണ്ട്, OH- ഉണ്ട്. ക്ലോറിൻ പറഞ്ഞു ഞാൻ തന്നെ വലിയാട്, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ക്ലോറിൻ നേരത്തെ പോലെ പോകുന്നു, 2 Cl- വരുന്നു, എന്താവുന്നു? Cl2 ഗ്യാസ് ആവുന്നു, +2 ഇലക്ട്രോൺസ് ആയിട്ട് മാറുന്നു. കുഴപ്പമൊന്നുമില്ല. അടുത്ത് കാഥോഡ് വന്നിട്ട് പറഞ്ഞു ഈ കൂട്ടത്തിൽ ആർക്കാ നന്നായിട്ട് റെഡ്യൂസ് ആവാൻ അറിയുന്നത്? അപ്പോൾ നിങ്ങൾ വിചാരിക്കും സോഡിയം ഇരിക്കുകയല്ലേ, സോഡിയം പോവും.
സോഡിയം പറയും നീ റിയാക്ടിവിറ്റി സീരീസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആരാ? ഞാനും പൊട്ടാസ്യവും. എന്തിനാ എന്നെ പിടിച്ചവിടെ ആദ്യം ഇരുത്തിയത്? ഞാൻ നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഓക്സിഡൈസ് ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ വരത്തില്ല. അതുകൊണ്ടാണ് നേരത്തെ എന്ത് പറ്റി ഇപ്പം പ്ലസ് ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ പോയേനെ, ഇങ്ങോട്ട് ഓടിപ്പോയി ഇങ്ങോട്ട് പോയി ചേർന്നേനെ. ഞാൻ ഓൾറെഡി ഓക്സിഡൈസ് ആയിട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എന്നെ വിട്ടേക്ക്. റെഡ്യൂസ് ആവാൻ എന്നെ കിട്ടത്തില്ല. നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവനുണ്ടല്ലോ, യവൻ എന്നെക്കാളും താഴെയാണ് ആര്? H+. വേണമെങ്കിൽ അവനെ കൊണ്ട് നീ ഓക്സിഡൈസ് ചെയ്തോന്ന് പറയും അല്ലേ? പുഷ്പയെ പറയുമ്പോൾ താഴത്തിലിടാന്ന് പറഞ്ഞാൽ ആര് നിൽക്കുകയാണ്? സോഡിയം കട്ടക്ക് നിൽക്കുക. അപ്പോൾ ഹൈഡ്രജൻ പറയും ആയിക്കോട്ടെ എന്നാൽ ഞാൻ പോവാം. എന്നിട്ട് എന്ത് ചെയ്യും? ഇവ നേരെ പോയിട്ട് എന്ത് പറ്റും? H+ ഇലക്ട്രോണുമായിട്ട് ചേർന്നിട്ട് H2 ഗ്യാസ് ആയിട്ട് മാറും. H2H ഹൈഡ്രജൻ 2H++ 2 ഇലക്ട്രോൺസ് ഗ്യാസ് എന്താണ്? H2 ഗ്യാസ് ആയിട്ട് മാറും. എന്നിട്ട് ആ ഗ്യാസ് എന്ത് ചെയ്യും? ഇങ്ങനെ ലിബറേറ്റ് ചെയ്ത് അങ്ങ് പോവും. H2 ഗ്യാസ് ഇവിടെ നിന്ന് അങ്ങോട്ട് ലിബറേറ്റ് ചെയ്ത് അങ്ങ് പോവും. ഇവിടെ നിന്നാണെങ്കിലോ Cl2 ഗ്യാസും ലിബറേറ്റ് ചെയ്ത് പോവും. അപ്പോൾ ആരൊക്കെ പോയി? H+ പോയി, Cl- പോയി. പിന്നെ ആരാ ഉള്ളത്? Na+ഉം OH-. ഇവർ തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് എന്താവും? NaOH ആയിട്ട് മാറും. ഇതായിട്ട് മാറും സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവിടെ ഉണ്ടാകുന്നതുകൊണ്ട് അറിയാൻ വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഈ പറയുന്ന ഫീനോഫ്താലിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഫീനോഫ്താലിൻ ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് അറിയാമല്ലോ. അത് ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻ ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? പിങ്ക് നിറമായിട്ട് മാറും. അപ്പോൾ ഈ പറയുന്ന സൊല്യൂഷൻ മൊത്തം എന്തായിട്ട് മാറി? പിങ്ക് നിറമായിട്ട് മാറി. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഒരു അക്വ സൊല്യൂഷനിൽ നടക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുവാണ്? നമ്മൾ നെഗറ്റീവായ കാഥോഡ്, പോസിറ്റീവായിട്ടുള്ളത് ആനോഡ്. പോസിറ്റീവ് കൊടുത്തു, ഇവിടെ നിന്ന് എന്ത് കയറ്റി? ഇവിടെ പെയിൽ ഗ്രീൻ കളർ ഗ്യാസ് വന്നു. ഇവിടെ നിന്നാണെങ്കിൽ വേറൊരു വാതകം വന്നു. പക്ഷേ സൊല്യൂഷൻ എന്തായിട്ട് മാറുന്നുണ്ട്? പിങ്ക് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ റീസൺ നിങ്ങൾക്ക് പിടികിട്ടും. സോ H2 ഗ്യാസ് ഇസ് ലിബറേറ്റഡ് അറ്റ് കാഥോഡ്. ഈ ഫീനോഫ്താലിൻ ഇൻഡിക്കേറ്റർ ഈസ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ വിൽ എന്താവും? പിങ്ക് ആയിട്ട് മാറും. കാരണം എന്താ? ഈ പറയുന്ന രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഇവിടെ NaOH ഉണ്ടാവുന്നത് കൊണ്ടാണ്. ആരുണ്ടാവുന്നതുകൊണ്ടാണ്? NaOH. മനസ്സിലായി കാണുമല്ലോ പരിപാടി. സോ നമുക്ക് നോക്കിയേ. അറ്റ് കാഥോഡ് ക്ലോറിൻ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് ടു ക്ലോറിൻ ഗ്യാസ്. ഇക്വേഷൻ എന്തായിരിക്കും? 2Cl- അല്ലേ? എന്ത് പറ്റും? ഗീവ്സ് Cl2 പ്ലസ് എന്താണ്? 2 ഇലക്ട്രോൺസ് ബേസ്ഡ് ഓൺ ദ റിയാക്ടിവിറ്റി സീരീസ് വിച്ച് ഹാസ് ഗ്രേറ്റർ ഓക്സിഡൈസിങ് ടെൻഡൻസി. ആർക്കാണ്? അത് സോഡിയത്തിനാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് അറ്റ് ദ കാഥോഡ്? ആരായിരിക്കും? H2 ആയിരിക്കും റെഡ്യൂസ് ആവുന്നത്. Na+ പോകത്തില്ല. സോ അറ്റ് ദ കാഥോഡ് H2 മോളിക്യൂൾ റെഡ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? H2 ആയിട്ട് മാറും. എന്ന് വെച്ചാൽ H+ OH- ആയിട്ട് മാറിയിട്ടാണ് നടക്കുന്നത്. അതാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തന്ന പരിപാടി. അപ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞുകൊണ്ട് എഴുതാം. അപ്പോൾ H2O 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് ഈ ഇലക്ട്രോൺ ആർക്ക് പോകും? H2-ന് പോകും. അത് ഞാൻ എന്ത് എഴുതിയത്? 2H++ 2 ഇലക്ട്രോൺസ് ഗീവ്സ് 2 അല്ല H2 എന്ന് ഞാൻ എഴുതിയത്. ഓക്കെ, ഇത് അതിന് വേറൊരു ഫോമിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്ത് പറ്റും? ഈ 2 ഇലക്ട്രോൺ പോയിട്ട് ഇത് ഇവിടെ H+ഉം OH- അല്ലേ ആവുന്നത്. ആ പറയുന്ന H+ആയിട്ട് ചേർന്നിട്ട് ഹൈഡ്രജൻ ഗ്യാസും 2 OH- സെപ്പറേറ്റ് ആവും. ഈ OH- നേരത്തെ ഉള്ള എന്താണ്? Na+ കൂടി ചേർന്നിട്ട് NaOH ഉണ്ടാവും. ഓക്കെ, ആസ് എ റിസൾട്ട് ദ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സെല്ല് ഗ്യാസ് സച്ച് ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ എന്ത് പറ്റും? ലിബറേറ്റ് ചെയ്യും. അക്വ സൊല്യൂഷൻ ഓഫ് NaOH ഫോം ചെയ്യുകയും ചെയ്യും. ഓക്കെ, അത് നമ്മൾ ഇവോപ്പറേറ്റ് ചെയ്താൽ, ആ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഇവോപ്പറേറ്റ് ചെയ്താൽ നമുക്ക് സോളിഡ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. സോ ഇതാണ് ഓവറോൾ റിയാക്ഷൻ. ആനോഡിൽ ക്ലോറിൻ എന്താവുന്നു? ഓക്സിഡൈസ് ആവുന്നു. കാഥോഡിൽ വാട്ടർ റെഡ്യൂസ് ആവുന്നു, അല്ലെങ്കിൽ ഹൈഡ്രജൻ റെഡ്യൂസ് ആവുന്നു. ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നു. ഇവിടെ എന്തുണ്ടാവുന്നു? ക്ലോറിൻ ഗ്യാസ് ഉണ്ടാവുന്നു. സിമ്പിൾ അല്ലേ പരിപാടി? സിമ്പിൾ അല്ലേ? കാര്യം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഡിഫറൻസ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇലക്ട്രോലിറ്റിക്സിൽ ഇത് പഠിച്ചു വരുമ്പോൾ വ്യത്യാസം വരുമ്പോൾ നോക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഇലക്ട്രോലിറ്റിക് സെല്ലിനകത്ത് നമ്മൾ എന്താണ്? ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷനാണ്, കാഥോഡിൽ നടക്കുന്ന റിഡക്ഷനാണ്. അതിൽ മാറ്റമൊന്നുമില്ല. ഇവിടെയും ആനോഡിൽ ഓക്സിഡേഷൻ, കാഥോഡിൽ റിഡക്ഷൻ. പക്ഷേ നമ്മൾ ഇന്ന് പഠിച്ചതിനകത്ത് ആനോഡ് പോസിറ്റീവ്, പക്ഷേ ഇന്നലെ തൊട്ട് മുമ്പ് പഠിച്ചതിനകത്ത് ആനോഡ് നെഗറ്റീവാണ്. അത് ഓർത്തോളണം. ഡാനിയൽ സെല്ല്, ഇതാണ് ഇലക്ട്രോളിസിസ്. വ്യത്യാസം മനസ്സിലാക്കുക. ഇനി നമ്മൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൻ്റെ ഉത്തരങ്ങളെല്ലാം ഞാൻ നോട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോളിഡ് കണ്ടക്ട് ചെയ്യൂല, ലിക്വിഡ് അല്ലെങ്കിൽ മോൾട്ടൺ കണ്ടക്ട് ചെയ്യും. Na+ Cl- ആണ് ഉള്ളത്. ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് കൊടുത്തിട്ടുണ്ട്. റിയാക്ഷൻ എന്താണ്? ആനോഡിനകത്താണെങ്കിൽ Cl2 ഗ്യാസ് ഫോം ചെയ്യും. കാഥോഡിനകത്താണെങ്കിൽ സോഡിയം ഫോം ചെയ്യും. കാരണം അവിടെ വാട്ടറും മറ്റാൾക്കാരും ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ അക്വ സൊല്യൂഷനോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അക്വ സൊല്യൂഷനിൽ ആനോഡ് വ്യത്യാസമില്ല, പക്ഷേ കാഥോഡിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയത്തിന് പകരം വാട്ടർ പോകും. കാരണം റിയാക്ടിവിറ്റി. അപ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് H2O വാട്ടർ ഈസ് റെഡ്യൂസ്ഡ് ഈസിയർ ദാൻ സോഡിയം. കാരണം സോഡിയത്തിനെക്കാളും റിയാക്ടിവിറ്റി സീരീസ് താഴെയാണ്. അപ്പോൾ റെഡ്യൂസിങ് ടെൻഡൻസിയാണ് അവിടെ കൂടുതൽ. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഇലക്ട്രോപ്ലേറ്റിങ്ങും 2 ടൈപ്സ് ഓഫ് സെല്ല്, പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും.
ഇതാണ് നമ്മൾ പഠിക്കുന്നത്, ഫ്യൂൽ സെല്ലുമാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലോട് കൂടി തീർക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.